الله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമുക്ക് അല്ലാഹു ഇഹലോക ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകി ആദരിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിയാൽ കണക്കാക്കാൻ സാധ്യമല്ല. അത്രയും അനുഗ്രഹങ്ങൾ അനുഗ്രഹദാതാവായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് നമുക്കറിയാം, നമ്മുടെ മക്കളാണ്. നമ്മുടെ സന്താന സൗഭാഗ്യം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. ഏതൊരു മനുഷ്യന്റെയും ദാമ്പത്യത്തിന്റെ ആഘോഷമാണ്, അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. കുട്ടികളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ സാധ്യമല്ല. ഒരു കുടുംബത്തിന്റെ സന്തോഷം കളിയാടുന്നത് നമ്മുടെ മക്കളിലൂടെയാണ്. അവിടെയാണ് ആ കൺകുളിർമ എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ 22 സ്ഥലത്ത് ബനൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔലാദ് എന്നും 3 സ്ഥലത്ത് ബനൂൻ എന്നും പറഞ്ഞ് 25 സ്ഥലത്താണ് മക്കളെ കുറിച്ച് പറയുന്നത്. ഔലാദ് എന്ന് പറഞ്ഞാലും ബനൂൻ എന്ന് പറഞ്ഞാലും രണ്ടിന്റെയും ആശയം മക്കൾ, സന്താനങ്ങളെന്ന്. ആ സന്താനങ്ങളെ അല്ലാഹു നൽകുമ്പോ അത് നമുക്കറിയാം, ഭൂമി ലോകത്ത് കൊടുക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഒരു കുട്ടി ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ട് 10, 40, 50 വയസ്സായിട്ടും ഒരു കുഞ്ഞിക്കാര് കാണാത്ത സങ്കടം കൊണ്ട് ഒട്ടേറെ ചികിത്സകൾ അതിനുവേണ്ടി നടത്തി, ഒട്ടേറെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അതുപോലെ ഉണ്ടായി. എന്നിട്ടും ആ ഒരു സൗഭാഗ്യം ലഭിക്കാത്ത ആളുകളും നമുക്കിടയിലുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ വീടകങ്ങൾ സജീവമാകുന്നത് നമ്മുടെ മക്കളെ കൊണ്ടാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ തന്നെയാണ് എന്നും സംസാരിക്കാനുള്ളത്. കാരണം മക്കളൊക്കെ വെക്കേഷനാണ്, അവധിയാണ്. അവരൊക്കെ നമ്മുടെ വീടുകളിലുണ്ട്. പലപ്പോഴും ആ മക്കള് രക്ഷിതാക്കൾക്കൊരു പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ആ പ്രയാസങ്ങൾ എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിതാക്കൾ വേനലവധിയാകുമ്പോഴേക്ക് പരിഭവവും അതേപ്രകാരം പ്രയാസങ്ങളും പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളെ പറ്റിയ പ്രയാസമായി നമുക്ക് തോന്നാൻ പാടില്ല. അവര് കാണിക്കുന്ന പൊട്ടിത്തെറിപ്പുകളും മറ്റു പ്രശ്നങ്ങളും ഒന്നും അത് അവരെ ശപിക്കാനൊരു കാരണമായി കൂടാ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, മക്കളില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോഴാണ് അല്ലാഹു നമുക്ക് നൽകിയ ഈ മക്കളുടെ വില നമുക്ക് മനസ്സിലാക്കുക. സന്താനം അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അത് അല്ലാഹു തീരുമാനിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ 42-ാമത്തെ സൂറത്തിലെ 49, 50 ആയത്തുകളിൽ
മനുഷ്യരായ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകം ഇന്ന് കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് അള്ളാഹു നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ അധിപൻ അള്ളാഹുവാണ്. എന്നിട്ട് പറയുന്നു യഖ്ലുഖു മാ യശാഉ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സന്താനങ്ങളെ നൽകുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂറ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ സന്താനങ്ങളെ, ആൺകുട്ടികളെ നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പെൺമക്കളെയും നൽകും. ചിലപ്പോ 4ഉം 5ഉം കുട്ടികൾ ഉണ്ടാകുമ്പോ ആ 5ഉം ആണായ, അല്ലെങ്കിൽ ആ 5ഉം പെണ്ണായി ജനിച്ച മക്കളുണ്ടാകും. അപ്പൊ ചില ആളുകൾ പറയും, ഇനി ഉണ്ടാകുന്നെങ്കിലും ഒരു ആൺകുട്ടിയായാൽ മതി, ഇനി ഉണ്ടാകുന്നത് പെൺകുട്ടിയായാൽ മതിയെ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്റെ സുഹൃത്തിന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ച് 4 ആൺകുട്ടികളാണ്. 5ാമത്തേതെങ്കിലും പെണ്ണാകാൻ വേണ്ടി എന്നൊക്കെ പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ 5ാമത്തെ പ്രസവിച്ചപ്പോൾ അതും ആൺകുട്ടിയൊക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പന്മാരായ 4-5 ആൺകുട്ടികൾ. അതേ പ്രകാരം തന്നെ പെൺകുട്ടികളുമുണ്ട്. അള്ളാഹ് പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനില് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെയും നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ. അതല്ലെങ്കിലോ അവർക്കിടയിൽ ഇണകളായിക്കൊണ്ട്, ഇടകലർത്തിക്കൊണ്ട് അള്ളാഹു നൽകുന്നു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ യജ്അലുമൻ യശാഉ അഖീമ. അള്ളാഹു ഉദ്ദേശിക്കുന്ന അവരെ, ചില ആളുകളെ അവൻ അഖീമാക്കി മാറ്റുന്നു. അഖീം എന്ന് പറഞ്ഞ സന്താനങ്ങളില്ലാത്ത, ആ സൗഭാഗ്യം കിട്ടാത്ത ആളുകൾക്ക് പറയുന്നതാണ് അഖീം. വന്ധ്യകളാക്കി മാറ്റുന്നു. അത് ഒരു പക്ഷേ പുരുഷന്റെ കാരണം കൊണ്ടുണ്ടാവാം, സ്ത്രീയുടെ കാരണം കൊണ്ടുണ്ടാവാം, രണ്ടാളുടെയും കാരണം കൊണ്ടുണ്ടാവാം. അപ്പൊ അതിന് എന്താന്ന് വെച്ചാൽ അത് അള്ളാഹ് നൽകുന്നതാണ്. നമുക്കറിയാം, പല വീടുകളിലും ഡിവോഴ്സിനുള്ള ഒരു കാരണമായി പറയാം 2-3 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാത്തതിന്റെ പേര് കല്യാണം ഒഴിവാക്കുക. ഇതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്ന വിഷയമാണ്. അപ്പൊ അള്ളാഹ് പഠിപ്പിക്കാൻ ഇങ്ങനെയാണ് നൽകുന്നത്. എന്നിട്ട് ഈ മക്കളെ കുറിച്ച് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 46ാമത്തെ ആയത്തില് അള്ളാഹ് പഠിപ്പിച്ചു മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുൽ ദുനിയ. മുതലും മക്കളും ദുനിയാവിലെ അലങ്കാരങ്ങളാണ്, സീനത്താണെന്നാ പറഞ്ഞത്. സീനത്ത് എന്ന് പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് സീനത്ത്. സീനത്ത് എന്നാൽ അതാണ് അലങ്കാരം, ഭംഗി എന്നൊക്കെയാണ്. 2 സംഗതികളെ അള്ളാഹ് അലങ്കാരമായിട്ടാണ് പഠിപ്പിച്ചത്. അത് ഒന്ന് സന്താനമാണ്, മറ്റൊന്ന് സമ്പത്താണ്. സമ്പത്തുള്ളതിന് അതിന്റെ ഒരു അലങ്കാരവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. അതേ പ്രകാരം മക്കളുള്ളവർക്കുണ്ടാകും. ഇത് രണ്ടും നിങ്ങൾക്ക് ഫിത്നയാണ് എന്ന് വേറൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, ഈ 2 അനുഗ്രഹങ്ങള്, സന്താനങ്ങൾ എന്ന് പറയുന്ന ഈ അനുഗ്രഹത്തില് ശരിക്കും മനുഷ്യന്റെ സമാധാനക്കേടുകളും ഇത് രണ്ടും തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫിത്നയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 2 സംഗതികളുമാണ് അധിക ആളുകളെയും അശ്രദ്ധരാക്കുന്ന വിഷയവും. മക്കളെ കൊണ്ട് മറ്റുള്ളതിനൊന്നും സമയം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. സമ്പത്തുണ്ടാക്കുന്ന ആ ഒരു ചിന്തയിൽ മനുഷ്യന്മാർക്ക് വേറൊരു സംഗതിക്കും സമയമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അത് ഖുർആൻ തിരുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ല. അല്ലാഹനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ സ്വത്തും സന്താനങ്ങളും നിങ്ങളെ തടയാതിരിക്കട്ടെ. സമ്പത്തിന്റെ പേരിലും സന്താനങ്ങളുടെ പേരിലും അല്ലാഹനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നിങ്ങളിൽ നിന്ന് ഇല്ലാതിരിക്കട്ടെ. വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരായത്താണിത്. അല്ലാഹനെ കുറിച്ചുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവണം, അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത് രണ്ടും നിങ്ങളെ ആ ഒരു കാര്യത്തിൽ നിന്ന് തടയാൻ പാടില്ല. ഇത് വല്ലാത്തൊരു ഉപദേശമാണ്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ സ്വത്തിന്റെ കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും ആര് അശ്രദ്ധ കാണിക്കുന്നുവോ അവർ വമ്പിച്ച നഷ്ടത്തിലായിരിക്കുക. ആ നഷ്ടം ദുനിയാവിലുണ്ടാവും, പരലോകത്തുണ്ടാവും.
അതുകൊണ്ട് സന്താനങ്ങളെ അള്ളാഹു നൽകുമ്പോ ആ സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷിതാക്കളായ ആളുകളുടെ കർത്തവ്യം. അവിടെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതല്ല. എന്നാൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിന് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മള് വലിയ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയാല് മകന് അല്ലെങ്കിൽ മകൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകളാണ്. അതല്ലെങ്കിൽ വലിയ ഹൈടെക് ടൂറുകളൊക്കെ നമ്മള് മക്കൾക്ക് ഓഫർ ചെയ്യാറുണ്ട്, സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, നല്ല നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ സ്വർണം വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇതൊക്കെ വാപ്പന്മാരുടെ ഓഫറാണ്, വീട്ടുകാരുടെ ഓഫറാണ്, അമ്മമാരുടെ ഓഫറാണ്. എന്തറിയോ, ഫുൾ A+ ആണെങ്കിൽ എനിക്ക് ഇന്ന സാധനം. എന്നാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ, ഒരു രക്ഷിതാവിന് തന്റെ മകന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്, ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ്, അത് കള്ളം കൊണ്ടോണ സ്വർണ്ണല്ല. അതേ പ്രകാരം നാളെ മറ്റന്നാളെ സർക്കാർ പിൻവലിച്ചേക്കാവുന്ന കറൻസികളല്ല, അപകടങ്ങൾ വരുത്തി വെച്ചേക്കാവുന്ന ടൂറുകളല്ല, കളറ് മങ്ങിപ്പോകുന്ന ഡ്രസ്സുകളല്ല, ബാറ്ററി ചത്താൽ നിന്നു പോകുന്ന വാച്ചുകളല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാണ്, അത് അഫ്ളു മിൻ അദബിൻ ഹസനി എന്നാണ്. ഏറ്റവും നല്ല അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വാപ്പാക്ക് തന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്, ഏറ്റവും നല്ല സമ്മാനം. ഇതാരാ പറഞ്ഞതറിയോ? റസൂല പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞു, അക്രിമു ഔലാദക്കും വഅഹ്സിനു അദബഹും. വേറെ സ്ഥലത്തൊന്ന് പറഞ്ഞു, റസൂല് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആദരിക്കണം, അവരുടെ ഒരു ബഹുമാനം നിങ്ങൾ കാണിക്കണം. വഅൽസിമു വഅഹ്സിനു അദബഹും, നിങ്ങൾ അവരെ അദബ് പഠിപ്പിക്കണം, നല്ല അദബുള്ളവരാക്കി മാറ്റണം. ഈ ഒരു നല്ല അദബിനേക്കാൾ, മര്യാദ പഠിപ്പിക്കുന്നതിനേക്കാൾ മകനെ മകളെ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നയായ ഒരു മകനോ മകളോ ആക്കി മാറ്റുന്നതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാല്ല. അതാണ് രക്ഷിതാക്കളായ ആളുകൾക്ക് മക്കളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ നമ്മൾ സ്നേഹിക്കുന്നതോടൊപ്പം അവർക്ക് നല്ല ഉപദേശങ്ങളും തിരുത്തലുകളും നൽകേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവാണ്. സക്കാത്ത് കൊടുക്കാഞ്ഞാൽ നമ്മളോട് അള്ളാഹ് ചോദ്യം ചെയ്യുന്നത് പോലെ, നമസ്കരിക്കാഞ്ഞാൽ അള്ളാഹു ചോദ്യം ചെയ്യുന്നത് പോലെ, റമദാൻ മാസം നോമ്പെടുക്കാത്തത് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുന്നത് പോലെ, വ്യഭിചരിച്ചാൽ ആ വ്യഭിചാരത്തെ കുറിച്ച് അള്ളാഹ് ചോദിക്കുന്നത് പോലെ അള്ളാഹു ചോദിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മക്കളെ കുറിച്ച്. റസൂൽ പഠിപ്പിച്ചല്ലോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണേ, ഇന്നൽ വാലിദ മസ്ഊലുൻ അനിൽ വലദി, ഓരോ രക്ഷിതാവിനോട് തന്റെ മക്കളെ കുറിച്ച് ചോദിക്കും. ഇന്നൽ വലദ മസ്ഊലുൻ അനിൽ വാലിദി, മക്കളോടും ചോദിക്കും മാതാപിതാക്കളെ കുറിച്ച്, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ മറുപടി പറയണം. മക്കളെ കുറിച്ച് രക്ഷിതാക്കളോട് ചോദിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ മക്കളെ ഏറ്റവും നല്ല സംസ്കാരമുള്ളവരാക്കി വളർത്തുക എന്നുള്ളതാണ്. ഇബ്നു ഉമർ പറയാണ്, യഅനി ഫിൽ അദബി വൽ ബിർറ്, ഈ ഒരു ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽ അദബി വൽ ബിർറ് എന്നാ, മക്കൾ ചെയ്യുന്ന പുണ്യകാര്യങ്ങളും അതേ പ്രകാരം അവരുടെ അദബ് മര്യാദകളുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ചെയ്യുന്നു പറഞ്ഞാൽ അവരെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ ചോദ്യം ചെയ്യപ്പെടും. അഥവാ നമ്മളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് രക്ഷിതാവായ നമ്മളുടെ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ ഒരു മകൻ നന്നായാൽ അതിന്റെ ഏറ്റവും നല്ല ഗുണഭോക്താവ് സഹോദരങ്ങളെ അത് നമ്മൾ തന്നെയാണല്ലോ. ആ ഗുണഭോക്താവ്, ആ ഗുണം നമുക്ക് കിട്ടുന്നത് ഇഹലോകത്തും പരലോകത്തുമാണ്. ഇഹലോകത്തും പരലോകത്തുമാണ് നമുക്കതിന്റെ ഗുണം ലഭ്യമാകുന്നത് എന്നാണ് അല്ലേ. മക്കളെ വളർത്തുക അല്ലെങ്കിൽ പോറ്റുക എന്നുള്ളത് വലിയൊരു പ്രയാസമായി കാണുന്നത് ഭൂമി ലോകത്ത് മനുഷ്യര് മാത്രമാണ്.
മനുഷ്യന്മാര് പറയും മക്കളെ പോറ്റുക, സന്താനങ്ങളെ പോറ്റുക, അത് ഭയങ്കര പണിയാണ്. ആ പണിയാണെന്ന് പറയുന്ന മനുഷ്യന്മാര് മാത്രമേ ഉള്ളൂ. മക്കളെ പോറ്റി വളർത്തുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താ അറിയോ, അള്ളാഹു ദുനിയാവിൽ ഒരാളെ പടച്ചിട്ടുണ്ടെങ്കിൽ ആ പടക്കപ്പെട്ട സൃഷ്ടിക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും അന്നപാനീയങ്ങളും അള്ളാഹുവോട് സംവിധാനിച്ചിട്ടുണ്ട്. അത് തേടി പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുകയാണ്, നാട്ടിലും കാട്ടിലും ഒക്കെ ഉള്ള ഇഴജന്തുക്കളും മറ്റു ജന്തുക്കളും പക്ഷികളും ഒക്കെ ഉണ്ടല്ലോ മക്കളെ കൂട്ടണം. ഒരു ജന്തുവും തന്റെ കുട്ടി പട്ടിണി കിടക്കുമെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടികളെ കൊന്നു കളയാറില്ല. മനുഷ്യന്മാരത് ചെയ്യുന്നുണ്ട്. ഒരു തള്ളക്കോഴിയും ആ കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടിയാലും അത് ചത്തുപോകുന്നില്ല. ആ തള്ളക്കോഴിക്ക് ബേജാറില്ല. എന്ത്, നാളെ പഞ്ചായത്ത് കുട്ടിക്ക് എന്താ കൊടുക്കുന്നതിനെ കുറിച്ച് ഈ പിന്നെ വല്ലാത്ത ചിന്തകളും ആലോചനകളും മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് വേണ്ടെന്നല്ലോ പറയുന്നത്. കുറെ മക്കളോട് സൃഷ്ടിച്ചിട്ട് അതിന്റെ ഒരു ഫാക്ടറിയായി നമ്മൾ മാറിയിട്ട് ഒരു ജന്തോ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കാനുമല്ല പറയുന്നത്. മറിച്ച് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തോടൊപ്പം അതേപ്രകാരം വസ്ത്രത്തോടൊപ്പം അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ അവരെ സന്നിവേശിപ്പിക്കേണ്ടുന്ന ഒരുപാട് മഹിതമായ മൂല്യങ്ങളുണ്ട്. അതുകൂടി പകർന്നു കൊടുക്കുന്നതാവണം ഒരു രക്ഷിതാവിന്റെ ഡ്യൂട്ടി എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്മാര് മക്കള് വൈദ്യുതി പോകുന്നത് ഒരുപാട് ഉത്തരവാദിത്വം. അതിന് കാരണക്കാര് രക്ഷിതാക്കൾ കൂടിയാണ്. റസൂൽ പറഞ്ഞല്ലോ, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടിയും ജനിക്കുന്നത് വളരെ ശുദ്ധമായ പ്രകൃതിയോട് കൂടിയിട്ടാണ്. ഇസ്ലാമിന് തനതായ പ്രകൃതത്തോടു കൂടിയാണ് ഓരോ കുട്ടിയെയും അള്ളാഹു ഭൂമി ലോകത്തേക്ക് ജനിപ്പിച്ചു കൊള്ളുന്നത്. അതവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഓരോ ഭൂമി ലോകത്ത് ജനിക്കുന്ന ഓരോ മനുഷ്യക്കുട്ടിയോടും അള്ളാഹു വാങ്ങുന്ന ഒരു കരാറുണ്ട്. അതെന്താ, നിങ്ങള് റബ്ബിക്കുന്ന ഞാനല്ലേ നിന്റെ രക്ഷിതാവ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ റൂഹ് അള്ളാഹു അവന്റെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് ഊതുമ്പോ അവിടെ വെച്ച് വാങ്ങുന്ന ഒരു കരാറുണ്ട്. അലസ്തുബി റബ്ബിക്കും, ഞാനല്ലേ നിന്റെ റബ്ബ് എന്ന് അള്ളാഹ് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെ ആ കുട്ടി ഏറ്റവും നല്ല ഫിത്രത്തോടു കൂടിയാണ്. പിന്നെ ആ കുട്ടി എങ്ങനെയായി മാറണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. അൽഫിദുന ഫഅബവാഹു, അവന്റെ രക്ഷിതാക്കളാണ്. യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവനെ മജൂസിയാക്കുന്നത്, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അതേപ്രകാരം അവനെ ഒരു നസ്രാണിയാക്കുന്നതൊക്കെ അവന്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോഴാണ് കുട്ടി മറ്റു പല ആശയങ്ങളിലേക്കും പല ആദർശങ്ങളിലേക്കും പല വേണ്ടാത്ത ചിന്താഗതികളിലേക്കും അള്ളാഹു വിരോധിക്കുന്ന വിശ്വാസ ആചാരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ഈ രക്ഷിതാവിന്റെ കൂടെ കൊണ്ട് ജീവിക്കുമ്പോഴാണ്. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കൾ നല്ലവരായി മാറണമെങ്കിൽ സഹോദരങ്ങളെ, പേരൻസ് ഷുഡ് ബി എ റോൾ മോഡൽ. ഓരോ രക്ഷിതാവ് റോൾ മോഡലായി മാറണം. അപ്പോഴേ സാധിക്കുള്ളൂ. അത് പ്രധാനമായും 5 വിഷയങ്ങളിലാണ്. ഒന്നെന്താന്ന് ചോദിച്ചാൽ, മോറലി, ധാർമ്മികമായി രക്ഷിതാവ് കുട്ടികൾക്ക് മാതൃകയായി മാറണം. അതേപ്രകാരം ഫിസിക്കലി, ശാരീരികമായി അവർ മാതൃകയായി മാറണം. അതുപോലെ തന്നെ മെന്റലി, ബുദ്ധിപരമായി രക്ഷിതാക്കൾ മക്കൾക്ക് മാതൃകയായി മാറണം. അതേപ്രകാരം കൾച്ചറലായിട്ട്, സാംസ്കാരികമായിട്ട് ഒരു രക്ഷിതാവിന്റെയും ഉമ്മയുടെയും പിതാവിന്റെയും ഉമ്മയുടെയും സംസ്കാരം തന്നെ മക്കളിലുണ്ടാകുള്ളൂ. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, ഏതെങ്കിലും കുട്ടി ഒരു വൃത്തികേട് അങ്ങാടിന്ന് പറഞ്ഞാൽ എന്താ പറയല്, ആ പേരെന്ത് കെട്ടുപിടിച്ചേക്കാറും, പെരക്കാരെന്ത് പറയും, ചങ്ങായിമാരെന്ത് കെട്ടുപിടിച്ചേക്കാറും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മക്കൾ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ നോക്കണം എന്നാണ്. നിങ്ങൾക്ക് പാരാ ശ്രദ്ധിക്കരുത്. എന്റെ കുട്ടി 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ് പഠിക്കുന്ന എന്റെ കുട്ടികളുടെ കൂട്ടുകാരാണ്. അൽ മർഉ
അലാ ദീനി ഖലീലിഹി, ഓരോ മനുഷ്യനും അവന്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും. ഓൻ എങ്ങനെയാണ്? ഓൻ നിസ്കരിച്ചിട്ടില്ല, എന്നാ ഞാൻ നിസ്കരിക്കണില്ല. ഓന് കുറച്ച് ലിബറൽ സംഗതിയാണ്, എനിക്കും അതാ വേണ്ടിയത്. ആ കുട്ടി പോകുമ്പോ സ്കൂൾക്ക് പോകുമ്പോ ഇസ്ലാമിക വേഷമൊന്നും സ്വീകരിക്കാറില്ല, എനിക്കും അതാണ് ഇഷ്ടം. ആര്? പള്ളിയിലെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിന്റെ മോള്. ഒപ്പുള്ളത് ഏതോ കൂലിപ്പണിക്കാരന്റെ മോളാ. വേണമെങ്കിൽ നിസ്കരിക്കണം, വേണമെങ്കിൽ നിസ്കരിക്കണ്ട തോന്നുമ്പോ ചൊല്ലിന്റെ ആൾക്കാര്. ആ കുട്ടി അയക്കാതെ ചിലപ്പോ നമ്മുടെ മകളുടെ കൂട്ടുകാരി, നമ്മുടെ മകന്റെ കൂട്ടുകാരൻ. അപ്പൊ ആ കുട്ടിയുടെ സ്വഭാവം ഇതൊന്നും വെറുതെ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ച ഓരോരോ വാക്കുകളും ഓരോ പോയിന്റുകളും ഇത് ഇന്ന് സഹോദരങ്ങളെ പുലരാത്തത് ഏതുണ്ട്? അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഓരോരുത്തരും അവനവന്റെ ചങ്ങാതിയുടെ ദീനിലായിരിക്കും, ചര്യയിലായിരിക്കും വളരെയാണ്. അതുകൊണ്ടാണ് ആരുമായിട്ടാണ് നമ്മുടെ മക്കൾ കൂട്ടുകൂടുന്നത് നിങ്ങൾ നോക്കണമെന്ന് പറയാൻ കാരണം. അതേപ്രകാരം അഞ്ചാമത്തെ വിഷയം നമ്മൾ മാതൃകയാകേണ്ടത് ബിഹേവിയറിലി ആയിട്ടാണ്, സ്വഭാവപരമായിട്ടുള്ള മാതൃക. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ? നാലുചക്രം രാവിലെ സുബഹിക്ക് പള്ളിക്ക് പോരുന്ന ഒരു പിതാവ് 7 വയസ്സായ അതിന്റെ താഴ്ക്കണത് പോട്ടെ, അതിന്റെ താഴ്ക്കണത് കൊണ്ടുവന്നേ അത് കുഴപ്പമുണ്ടായിട്ടില്ല. ആ കുട്ടികളെ വീടിന്റെ ബെഡ്റൂമിൽ സുഖമായി AC ഇട്ട് ഉറക്കി കിടത്തിയിട്ട് പോരുന്ന ഒരു വാപ്പയിൽ നിന്ന് ഈ കുട്ടിക്ക് എന്ത് മാതൃകയുണ്ട്? വാതിൽ പുറത്തേക്ക് പൂട്ടി നമ്മൾ താക്കോലും കൊണ്ട് പോരുക. എന്തിനറിയോ? പെണ്ണുങ്ങളെ വായനെ വിളിച്ചുണർത്താൻ കഴിയാഞ്ഞിട്ട്. എന്ത് മാതൃക നമ്മുടെ മക്കൾക്കുള്ളത്? ഞാൻ പറഞ്ഞു, ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളെ ഒന്ന് വിളിച്ച് നമ്മൾ ജമാഅത്തിന് പള്ളിക്ക് പോരുമ്പോ ഒന്ന് കൊണ്ടുപോരുകയാണെങ്കിൽ ആ കുട്ടി വലുതായാലും മനസ്സിലാക്കും, എന്റെ വാപ്പ ചെറുപ്പം മുതല് പള്ളിക്ക് എപ്പോ ജമാഅത്തിന് പോകണമെങ്കിൽ എന്നെ വിളിച്ചിട്ട് കൊണ്ടുകൊള്ളും അല്ലേ? ആ കുട്ടിക്ക് അത് പ്രചോദനമാകും. ആ കുട്ടി കല്യാണം കഴിച്ച് അവന് മക്കളുണ്ടാകുമ്പോ തന്റെ വാപ്പ സ്വീകരിച്ച ആ ഒരു മാർഗം മകൻ സ്വീകരിക്കും. ജമാഅത്ത് നടക്കുമ്പോൾ മങ്ങാടി കുട്ടെന്ന് വർത്താനം പറഞ്ഞ് അന്താരാഷ്ട്ര കാര്യങ്ങളും വഖഫ് ബോർഡും അതേപ്രകാരം ജമിയത്തുൽ ഉലമയുടെ അഖിലേന്ത്യന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് തോന്നിപ്പോകും. ഇയാൾ സംസാരം കേട്ടാല് അങ്ങാടിയിലെ തൊട്ടടുത്ത പള്ളി ജമാഅത്ത് ഇറക്കുണ്ടാകുമ്പോ അവിടേക്ക് പോകൂല. അത് കണ്ടുകൊണ്ട് ആ മോൻ ഇങ്ങനെ സ്കൂളിൽ പോകേണ്ടത്. ജമാഅത്ത് ഇറക്കുമ്പോ ബാപ്പ അങ്ങാടിയിൽ സ്വയം പറഞ്ഞ് കുത്തിറക്കുക. എന്ത് മാതൃകയുള്ളത്? സഹോദരിമാരുടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഈ പള്ളിയുടെ ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ട് ആ പള്ളിയുടെ ഒരു ഭാഗത്ത് ഏതെങ്കിലും റമദാനിലെ 4 ആഴ്ചയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ പോകുന്ന വഴിയിൽ ജുമ കഴിഞ്ഞിട്ട് നമുക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച് വല്ലപ്പോഴും ഒക്കെ മുഖം കാട്ടിപ്പോകുന്ന സഹോദരിമാരുണ്ടാകുമല്ലോ, അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് മാതൃക നിങ്ങളുടെ മക്കൾക്കുള്ളത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കട്ടെ. ആ പള്ളിയുടെ ഭാഗം അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നിട്ട് നമുക്കൊരു സങ്കടം തോന്നുന്നില്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുൻഗാമികളായ സഹോദരിമാർ, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ ജുമയേക്കാൾ പ്രാധാന്യങ്ങൾ ജമാഅത്തിനായിരുന്നു. അതുകൊണ്ടാണ് സുന്നി മുജാഹിദ് സംവാദങ്ങളിൽ പണ്ട് കാലങ്ങളിലൊക്കെ വ്യവസ്ഥ എഴുതുമ്പോ നമ്മൾ എഴുതാനുള്ള വ്യവസ്ഥ എന്താണെന്ന് നിങ്ങള് സ്ത്രീ ജമാഅത്ത് ജുമുഅ. അത് പിന്നീട് ഇങ്ങനെ കാലാന്തരത്തിൽ പലതിലും മാറ്റം വന്നപ്പോ മാറ്റി എഴുതാൻ തുടങ്ങിയ പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാതെ പോയി. അവരെഴുതി ജുമുഅ ജമാഅത്ത് അല്ല. ആദ്യ കാലങ്ങളിൽ നടന്ന സംവാദ വ്യവസ്ഥകളിലൊക്കെ ഒന്നാമത്തെ പോയിന്റ് ജമാഅത്ത് ജുമുഅ. ജുമുഅ എന്നുള്ള ആഴ്ചയിൽ 1 ദിവസമുള്ളൂ. ജമാഅത്ത് എന്നുള്ളതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകളെല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫിന്റെ മര്യാദ പറഞ്ഞപ്പോ ഏറ്റവും അവസാനത്തെ സൊഫാണ് നല്ല സൊഫ് എന്ന് പറയാൻ കാരണം നമ്മുടെ പുരുഷന്മാര്, കുട്ടികള്, പിന്നീട് സ്ത്രീകൾ. എന്നിട്ട് റസൂൽ പറഞ്ഞ സ്ത്രീകളുടെ സൊഫിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൊഫ് ഏറ്റവും അവസാനത്തെ സൊഫാണ്. ഇത് ജുമുഅന്റെ വിഷയത്തിലാണ്, ജമാഅത്തിന്റെ വിഷയത്തിലാണ്. ഇന്നെല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവരായി നമ്മളൊക്കെ മാറി. എന്ത് മാതൃകയാണ് നമുക്കുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. എന്നിട്ടിങ്ങനെ കുറെ കാലം കഴിഞ്ഞ് കുട്ടികളൊക്കെ റബ്ബർ കുരി പൊട്ടിത്തെറിച്ച മാതിരി പൊട്ടിത്തെറിച്ച് എവിടെ പോയതെന്നറിയാതെ
അവസാനം തെരഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ പറയാണ്, എന്താ പക്കത്ത് എന്റെ മകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ചിലപ്പോ പരീക്ഷണം കൊണ്ടുണ്ടാകും. പക്ഷെ അവിടെ നമുക്ക് സമാധാനമുണ്ട്. ഞാൻ എന്റെ മകനെ, എന്റെ മകളെ ചെറുപ്പം മുതൽ എല്ലാ നല്ല കാര്യങ്ങളും ശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സമാധാനവും ആശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാനുള്ള വാക്കുണ്ടില്ലെങ്കിലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് വല്ല പോരായ്മകൾ ഉണ്ടെങ്കിലൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയുള്ള നല്ല ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, സന്താന പരിപാലനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ നല്ലോണം മെനക്കെട്ടാലേ അതിന്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. ചക്കക്കുരു കുഴിച്ചിട്ട് കണ്ട് നല്ല മധുരമാമ്പഴം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നവൻ പൊട്ടനാണ്. ആ പൊട്ടത്തന്നെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾക്ക് ഓരോ സമയത്ത് കൊടുക്കേണ്ട ഉപദേശങ്ങൾ വളരെ കൃത്യമായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നമ്മളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സ് വെക്കണം എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഇരു ലോകത്തും ഇവിടെയും നമുക്ക് അവരെ കൊണ്ടുള്ള ഗുണം വേണം, പരലോകത്തും വേണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വല്ലദീന ആമനു, വിശ്വസിക്കുകയും വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാനി, ആ വിശ്വാസത്തിൽ തന്റെ മക്കൾ തന്നോടൊപ്പം പിന്തുടരുകയും ചെയ്താൽ. നോക്കിയാൽ വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാനി, ആ രക്ഷിതാക്കളുടെ ഈമാൻ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ, ആ രക്ഷിതാക്കൾ മനസ്സിലാക്കിയ ആദർശങ്ങളിൽ, ആദർശം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരുപാട് ആദർശങ്ങളുണ്ട്. അതിൽ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആ ഈമാനിന്റെ ആദർശം ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം. ആ ആദർശം സ്വീകരിച്ച വിശ്വാസികളെയും അവരുടെ മക്കളെയും അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും, അവരെ അല്ലാഹു നാളെ പരലോകത്ത് അവരെ ഒന്നിപ്പിക്കുമെന്നാണ്. ഇരു ലോകത്തും അവർക്ക് അല്ലാഹു ഒത്തുചേരാനുള്ള അവസരം നൽകും, അവരെ ചേർത്തി കൊടുക്കുന്നതാണ്. അല്ലേ? അഥവാ മക്കൾ ഒരു ദിവസം പോലും വിരുന്നു പോകുന്നത്, അവർക്കൊരു അസുഖം ബാധിക്കുന്നത് നമുക്കിഷ്ടമല്ലെങ്കിൽ സഹോദരങ്ങളെ, ആ മക്കളും നമ്മളും രണ്ട് വഴിക്കാക്കുന്ന അവസ്ഥകളൊന്നും ആലോചിക്കണേ. ഒരു പക്ഷെ ബാപ്പ സ്വർഗത്തില്, മകൻ നരകത്തില്, മകൾ നരകത്തില്, മകൾ സ്വർഗത്തില്, ഉമ്മയും ബാപ്പയും നരകത്തില്. ആലോചിക്കണേ. അള്ളാഹു പഠിപ്പിക്കുന്നത് ഒരു ഏകീകരണം ഉണ്ട്. അതെന്താ അറിയോ? ഒന്ന് വിശ്വാസത്തിൽ രണ്ട് കൂട്ടരും തുല്യരാകുക. അള്ളാഹു പഠിപ്പിക്കുന്ന ആദർശത്തിൽ നമ്മുടെ മക്കളുണ്ടോ, നാം ഉണ്ടോ എങ്കിൽ ആ സന്താനങ്ങളെ അള്ളാഹു അവരോട് നാം ചേർത്തിക്കൊടുക്കുന്നതാണ്. അവരെ നാം ചേർത്തിക്കൊടുക്കുന്നതാണ്. അതാണ് ഞാൻ ആദ്യം ബോധിക്കപ്പിച്ച ആയത്തിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹ് ആ ആയത്തെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ നിങ്ങള് കുല്ലും ബിമാ കസബ റഹീം, ഓരോരുത്തരും എന്താണോ സമ്പാദിച്ചത് അതേ കിട്ടുള്ളൂ. എന്താണോ നമ്മൾ വിതച്ചത് ആ വിതച്ചതേ കൊയ്യുള്ളൂ. ആദർശപരമായി നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടോ എങ്കിൽ, നാം ഒരു സമാധാനത്തിലാണെങ്കിൽ ആ സമാധാനത്തിനോടുകൂടി നാളെ പരലോകത്തിൽ നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞുകൂടാനുള്ള അവസ്ഥയും സാഹചര്യവും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത മൊത്തത്തിൽ സംസാരിക്കാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഭക്ഷണം വേണം, നല്ല പാർപ്പിട സൗകര്യങ്ങൾ വേണം, വാഹന സൗകര്യങ്ങൾ വേണം, നല്ല വേഷവിധാനങ്ങൾ വേണം. ഇതോടൊപ്പം അവർക്ക് കൊടുക്കേണ്ടുന്നത് അവരുടെ സംസ്കാരത്തിന് വേണ്ടുന്ന, സംസ്കരണത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ കൊടുത്തേ പറ്റൂ. അതിനാണ് നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുള്ളത്.
സിയാറിയും അതേപ്രകാരം മദ്രസ വിദ്യാഭ്യാസവും ഖുർആൻ പഠനവും ഒക്കെ അതൊക്കെ ഒരു കുടുംബത്തിന്റെ ഒരു രീതിയായി, നമ്മുടെ ഭക്ഷണം പോലെ വസ്ത്രം പോലെ ഭക്ഷണം മറ്റേ താമസം പോലെ അതെന്റെ ജീവിതത്തിന്റെ എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, നമുക്കറിയാം റമദാനിന് മുമ്പേ നമ്മൾ നിർത്തിപ്പോയ സിയാറി, അത് മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞു പോയ കുട്ടികൾക്ക് നമ്മൾ സംവിധാനിച്ച സംവിധാനമാണ്. ഞാൻ പറയുന്നത് ആ ഒരു ക്ലാസ് നാളെ നമ്മുടെ പള്ളിയില്, പുതിയ പള്ളിയില് നടക്കുന്നുണ്ട്. നാളെ അതിന്റെ ആരംഭമാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും കൊണ്ട് രക്ഷിതാവും സഹിതം, അല്ല ഞാൻ പോയിക്കോ, ഞാൻ കൊണ്ടുവരാൻ പറ്റുന്നതല്ല, നാളെ നിങ്ങൾക്ക് കൂടിയുള്ള ക്ലാസ്സാണ്. അവിടെ ഇവിടെ കൂടിയിരിക്കുന്ന വല്ല കാരണവും കൊണ്ട് ഇവിടെ വരാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി നാളെ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കണം. ഇത്ര മക്കൾ നന്നായതുണ്ടെങ്കിൽ അത്തരം ക്ലാസുകളിലൂടെ. മറ്റൊന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ നിർത്തിയ റമദാന് വേണ്ടി നിർത്തിയ നമ്മുടെ QHNSന്റെ ക്ലാസ് അത് മറ്റന്നാൾ ഇവിടെ പുനരാരംഭിക്കണം. അവിടെ നമ്മളിങ്ങനെ ഖുർആനൊക്കെ തൊക്കിലിച്ചിട്ട് പോരുക, തെളിയിലെ പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ അവിടെ കുതിർക്കുക, ഓരിങ്ങനെ ചായ ചോറുണ്ടാക്കുക, അത് തിന്നുക, പാത്രം പോറുക, കിടന്നുറങ്ങുക, അതിനു വേണ്ടി ഒരു പടക്കപ്പെട്ട ജന്മങ്ങളാക്കി മാറ്റാതെ അവരെ കൂട്ടി നമ്മളോട് പോരുക. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഭാവിയിൽ ഓർക്കാനുള്ളതാണ്. പാപ്പുണ്ടായ കാലത്ത് QHNSന് പോയത് ഞങ്ങളെല്ലാരും നേരത്തെ കാലത്ത് വിളിച്ചുകൂട്ടി അങ്ങനെ പോകല് എന്ത് രസരസര ആളുകളൊക്കെ പറഞ്ഞു കേട്ടത്. ക്ലാസിന്റെ എണ്ണത്തിന്റെ വലിപ്പം അതിന്റെ പവറും പറയാനല്ല, ഒരായത്തെങ്കിലും പഠിക്കുന്നത് നമ്മുടെ മക്കളെ കൂടി കേൾപ്പിക്കാൻ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ ഗുണഫലം നാളെ നമുക്ക് അനുഭവിക്കാം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക, എല്ലാവരും ഒന്നിച്ച് ഖുർആൻ പഠിക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ നീങ്ങണം. ആ സംവിധാനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം, സഹകരിക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. സഹോദരൻ, മറ്റൊരു കാര്യം നമുക്കറിയാം, നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി അലി സാഹിബിന്റെ ഉപ്പ ഇന്നലെ ഒരു വീഴ്ച മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഏതായാലും വലിയൊരു പ്രശ്നമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാമല്ലോ, പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് പ്രായമായ മനുഷ്യനാണ്. അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാണ്. അദ്ദേഹത്തിന്റെ അലി സാഹിബിന്റെ പിതാവിന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോരാനുള്ള സാഹചര്യം അള്ളാഹുവേ നീ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും നിരന്തരമായി പ്രാർത്ഥിക്കാം. അപകടങ്ങളും അതുപോലുള്ള പ്രയാസങ്ങളും ഒക്കെ ആർക്കാൽ എപ്പോഴാണ് വരാനറിയാം. അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകട ദുർമരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വേറെയും ഒരുപാട് ആളുകൾ രോഗം മൂലം പ്രയാസപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു മിത്രാദികൾ, കൂട്ടുകുടുംബങ്ങളായ